ആലപ്പുഴയിൽ ക്ഷേത്രത്തിലെ അന്നദാനത്തിനിടെ അച്ചാർ നൽകാത്തതിന് ക്ഷേത്ര ഭാരവാഹിക്ക് മർദ്ദനമെന്ന് പരാതി. വെള്ളക്കിണർ സ്വദേശി അരുണിനെതിരെയാണ് പരാതി. അന്നദാനത്തിലെ 2 പന്തിയിലിരുന്ന് അരുൺ ഭക്ഷണം കഴിച്ചു. ആവശ്യത്തിന് അച്ചാർ കിട്ടിയില്ലെന്ന പരാതിയുമായി 3-ാം തവണയും പന്തിയിലെത്തി. അച്ചാർ തീർന്നുപോയെന്ന് അറിയിച്ചതോടെ ഭക്ഷണം വിളമ്പുന്ന ആളുമായി തർക്കത്തിലായി. ഇത് പരിഹരിക്കാനെത്തിയപ്പോഴാണ് ഓട്ടോ തൊഴിലാളിയായ രാജേഷിനും ഭാര്യയ്ക്കും മർദ്ദനമേറ്റത്. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. അഞ്ജന അനിൽകുമാർ, അച്ചാറിൽ അടിപൊട്ടിയത് എങ്ങനെയാണ് എന്നത് ആദ്യം ഇത് കേട്ടപ്പോൾ ഞാനും ഒന്ന് സന്ദേഹിച്ചു പോയി. പക്ഷേ അച്ചാർ ചോദിച്ചു, അത് ആദ്യത്തെ തവണ കഴിച്ചപ്പോഴല്ല എന്നതുകൂടി ഇതിലെ ഒരു ട്വിസ്റ്റായി വരുന്നുണ്ടല്ലേ അഞ്ജന? സുജയ, കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലെ അന്നദാനത്തിനിടെ ഒരു യുവാവ് എത്തുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1-ാമത്തെ പന്തിയിലും 2-ാമത്തെ പന്തിയിലും ഇരുന്ന് സദ്യ കഴിച്ചതിന് ശേഷം അരുൺ എന്ന വ്യക്തി 3-ാമത്തെ പന്തിയിലും ഇരിക്കുകയായിരുന്നു. തുടർന്ന് അച്ചാർ ആവർത്തിച്ച് ചോദിച്ചു. അച്ചാർ തീർന്നുവെന്ന് വിളമ്പുകാർ അറിയിച്ചിട്ടും വീണ്ടും അവിടെ മനഃപൂർവ്വം ഈ അരുൺ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് വിളമ്പുകാരനുമായി അതൊരു വാക്കേറ്റമായി മാറി. അത് പിന്നീട് ഒരു സംഘർഷമായി മാറുകയുണ്ടായി. ഈ സംഭവത്തിൽ ആലപ്പുഴ സ്വദേശിയായ രാജേഷ് ഒന്ന് ഇടപെട്ടു. ഈ രാജേഷിനാണ് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഭർത്താവിന് മർദ്ദനം ഏൽക്കുന്നത് കണ്ട് രാജേഷിന്റെ ഭാര്യ അർച്ചനയും ഇടപെടുകയായിരുന്നു. തുടർന്ന് ഇഷ്ടിക ഉപയോഗിച്ച് ഈ യുവതിയെയും ക്രൂരമായി തന്നെ മർദ്ദിച്ചു. സംഭവത്തിൽ 2 പേർക്കും കാര്യമായി തന്നെ പരിക്കേറ്റു. തൊട്ടടുത്ത ആശുപത്രിയിൽ ചികിത്സയും നേടി. ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ അർച്ചനയും രാജേഷും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പോലീസ് ഇപ്പോൾ അരുണിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും നിസ്സാരമായ സംഭവമാണ് വലിയൊരു പ്രശ്നമായി അവിടെ മാറിയിരിക്കുന്നത്. അച്ചാർ ചോദിച്ചു, അച്ചാർ നൽകിയില്ല. അതൊരു വാക്കേറ്റമായി, പിന്നീട് അതൊരു സംഘർഷമായി മാറുകയായിരുന്നു. എന്തായാലും പപ്പടത്തിനും ലേസിനും പിന്നാലെ അച്ചാറും ഇപ്പോൾ സംഘർഷത്തിന് കാരണമായിരിക്കുകയാണ് സുജയ. ഓക്കെ അഞ്ജന, എന്തായാലും അച്ചാറിനെ ചൊല്ലിയൊന്നും ഇങ്ങനെ ആരെയും അടിക്കരുത്. അച്ചാറല്ലേ, അത് പിന്നീടായാലും വാങ്ങിക്കാമല്ലോ അല്ലെങ്കിൽ ഉണ്ടാക്കാമല്ലോ.